ആദ്യമായി പറയുന്ന ഒരു പോയിന്റാണ് നമ്മുടെ ടെൻഷനുകൾ മാറി കിട്ടാൻ വേണ്ടി. അൽ ഈമാൻ യുസീലുൽ ഹുമൂമ വയുദ്ഹിബുൽ ഹുമൂമ വഹുവ ഖുർറത്തു ഐനിൽ മുവഹ്ഹിദീൻ എന്നൊരു വിഷയമാണ്. നിങ്ങൾ പറഞ്ഞു ടെൻഷൻ ഇല്ലാത്ത ആളുകൾ ആരില്ല, എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്. അപ്പോ ആ ടെൻഷൻ മാറിക്കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അൽ ഈമാൻ, വിശ്വാസം. ഒരു വിശ്വാസിയാണോ? വിശ്വാസിയാണെങ്കിൽ യുസീലുൽ ഹുമൂമ വയുദ്ഹിബുൽ ഹുമൂമ, ആ വിശ്വാസം തന്നെ അവന്റെ ബേജാറുകളും അവന്റെ ടെൻഷനുകളും അത് നീക്കും എന്നതാണ്. ഇതിന് ഈമാനാണ്. ഈമാൻ കാര്യത്തിൽ നാം വിശ്വസിക്കുന്ന ആറാമത്തെ വിഷയമാണ് അൽ ഈമാനു ബിൽ ഖദർ ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. അല്ലാഹുവിന്റെ ഖദർ കൊണ്ടുള്ള വിശ്വാസം. ഖദർ അല്ലാഹു കണക്കാക്കിയത് അതിൽ ഖൈറുണ്ടാവും, അതിൽ ശർറുണ്ടാവും. ഇതിൽ ഖൈറുണ്ടാവും, അതിൽ ശർറുണ്ടാവും. ഖൈർ കൊണ്ടും ശർറ് കൊണ്ടും വിശ്വസിക്കലാണ് ഈമാനിന്റെ ഭാഗം. അപ്പൊ ഒരു വിശ്വാസിയാണെങ്കിൽ ഉദാഹരണത്തിന് പറയാം, ഇക്കൊല്ലം കുറെ ആളുകൾ പ്രൈവറ്റില് ഗ്രൂപ്പിലായിട്ട് ഹജ്ജിന് വേണ്ടി കൊടുത്ത ആളുകൾ, ഗവൺമെന്റ് ത്രൂ അല്ല, പ്രൈവറ്റിലായിട്ട്. അപ്പൊ അതിൽ കുറെ ആളുകൾക്ക് ഇക്കൊല്ലം ഹജ്ജിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളെല്ലാം ചെയ്ത് പൈസ കെട്ടി എല്ലാം ആയി. ഇപ്പൊ ഹജ്ജിന് പോവാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു അവസ്ഥയാണ്. ഒരു ഭയങ്കര ബേജാറില്ല. സാധാരണ ഹജ്ജല്ല, വേറെ ഏതെങ്കിലും ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിട്ടത് അവസാന സമയത്ത് അത് മുടങ്ങിയാൽ ഭയങ്കര ബേജാറാണ്. എന്നാൽ ഹജ്ജിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് അത് പകുതിയിലാവാന്ന് പറഞ്ഞാല് പോവാനുള്ള ഒരു അവസരം ഇല്ലാതിരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബേജാറാണ്. പക്ഷെ എത്ര വലിയ ബേജാറാണെങ്കിലും ഉള്ളിൽ ഈമാനുള്ളവരാണെങ്കിൽ അവർക്ക് ആ ബേജാറ് നിയന്ത്രിക്കാൻ കഴിയും. ഉള്ളിൽ ഈമാൻ വേണം. ഉള്ളിൽ ഈമാനുണ്ടോ? ആ ബേജാറ് അവനിക്ക് ബേജാറല്ല. കാരണം എന്താ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജി എന്ന് പറഞ്ഞ എന്താ? ഹജ്ജി എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ വിളിക്കുത്തരം കൊടുക്കലാണ്. ആ വിളി കേട്ടവന്നെ അത് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവുള്ളൂ. അത് ആർക്കറിയാം? ഒരു വിശ്വാസിയായ മനുഷ്യനെങ്കിലും അറിയാം. ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് വിളിക്കാൻ പറഞ്ഞു. ആ വിളി ഏതൊക്കെ ആത്മാക്കൾ കേട്ടോ, എത്ര പ്രാവശ്യം കേട്ടോ, അത്ര തവണ അള്ളാഹിന്റെ വിളിക്ക് ഉത്തരം കൊടുക്കുന്നതാണ്. കേൾക്കാത്ത ആളുകൾ പൈസ എന്തായി കെട്ടിപ്പിടിച്ച് അതിനു വേണ്ടി ഒരുങ്ങിയാലും ഈമാനുള്ള മനുഷ്യന്റെ കൽവിൽ ഒരു എനിക്ക് വിളി കേട്ടിട്ടുണ്ടാവൂല, അതുകൊണ്ടായിരിക്കും അന്ന് മുടക്കിയത്. വിളി കേട്ടിട്ടുണ്ടാവൂല, അതുകൊണ്ട് എനിക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടിയില്ല എന്ന് ആര് വിചാരിക്കും? ഈമാനുള്ള മനുഷ്യർ വിചാരിക്കും. അതാണ് ഈമാനുണ്ടോ എല്ലാത്തിനും പരിഹാരമാണ്. ഏത് ബേജാറാണെങ്കിലും പരിഹാരമാണ്. ഞാൻ നമ്മുടെ വിദ്യാനഗർ ഭാഗത്ത് അല്ലെ, ഒരു ചെറിയ കുട്ടി ഉമ്മ ചക്ക മരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ കത്തിയുള്ള മുകളിൽ വീണ് മരിച്ചുപോയി. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ലിബറിസം കൂടിയ കാലമാണ്. മതമില്ല എന്ന് പറയുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്ന കാലമാണ് അല്ലെ. മതം വേണ്ട, ഖുർആൻ മതി എന്ന വെറുതെ കളവാണത്, ആളുകൾ ഉണ്ടാക്കിയതാണ്. അതിനുവേണ്ടി കുറെ ചെറുപ്പക്കാരൊക്കെ അതിൽ പെട്ടുപോകുന്ന ഒരു കാലം അനുഭവിക്കുന്നു. അപ്പൊ ആ കുട്ടി മരിച്ചു. ഇപ്പൊ ഞാൻ കുട്ടി മരിച്ചു. ഏതായാലും ആ കുട്ടിയുടെ കുടുംബത്തിന് ഒന്നാമതാണ് സമ്മർദ്ദം കിട്ടും. ഇന്നലെ നമ്മൾ കണ്ട ഒരു വാർത്തയാണ്. +2 പഠിച്ച ഒരു കുട്ടി, +2 പഠിച്ച കുട്ടി ഞാൻ രാത്രി എന്തോ ഛർദിക്കാൻ വന്നപ്പോ എന്തായി, വായിൽ കൈ പിടിച്ചിട്ട് പുറത്തേക്ക് ഛർദിക്കാൻ വേണ്ടി പോയില്ല. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ്. ഛർദി വന്നാലും ഉടനെ ഛർദിക്കണം. പിന്നെ സ്ഥലം അതിൽ നോക്കി കാര്യമില്ല അല്ലെ. അങ്ങനെ ഓരോ പുറത്തെ ഉള്ളില് ഇതാക്കുന്ന വേണ്ട, മരുന്നാക്കുന്ന വേണ്ട എന്ന് പറഞ്ഞ് പുറത്തെ വായിൽ കൈ പിടിച്ചു പോയതാണ്. അപ്പോ അത് തലക്ക് കയറി ആ +2 പഠിച്ച അതിന്റെ എക്സാമിന്റെ റിസൾട്ടിന്റെ വരാനുള്ളേ ഉള്ളൂ. നല്ല അഴകുള്ള നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരൻ മരിച്ചുപോയി. ഞാനൊരു കുട്ടിയെ മരിച്ചുപോയി പറയുന്നത്. അപ്പൊ ആ കുട്ടിയുടെ അവരുടെ ഉമ്മമാർക്ക് ഭയങ്കര ബേജാറാണ് അല്ലെ, ഭയങ്കര ബേജാറാണ്. അപ്പൊ മതമില്ല എന്ന് പറയുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിൽ അവരുടെ മക്കളിൽ ആരെങ്കിലും ഒരു കുട്ടിയോ ഒന്നോ മരിച്ചു പോയാല്, ഇപ്പൊ സാധാരണ മരിച്ച വീട്ടിലേമോ പോയി അവൻ എന്താ ചെയ്യാ? ആ മതമില്ലാത്ത മനുഷ്യന്റെ ഒരു കുട്ടി മരിച്ചു പോയാൽ, ഈമാനില്ലാത്ത മനുഷ്യന്റെ ഒരു കുട്ടി മരിച്ചു പോയാൽ ഞമ്മ ആ പലക്ക് പോയിട്ട് എന്താ ചെയ്യാം? ഓനോട് എന്താണ് പറയുന്നത്? സമാധാനിപ്പിക്കാൻ എന്ന് പറയണോ? കാരണം ഓനെ ആഗ്രഹമില്ല, ഓന് സ്വർഗമില്ല, ഓന് നരകമില്ല, ഒരു പടച്ചോനില്ല, ഒരു ദീനില്ല, അതീതില്ല, ആയത്തില്ല, ഒന്നും ഇല്ലാത്ത മനുഷ്യനുണ്ട്. ഓനോട് എന്താ ഞാൻ പറയാം? ഓന്റെ ടെൻഷൻ കൊണ്ട് ആത്മഹത്യ ചെയ്യുമെന്നല്ലാതെ അവന് വേണ്ടിയിൽ എന്താ പറയാനുള്ളത്? എന്നുള്ള പരിപാടി ഒന്നുമില്ല. അതേ സമയത്ത് ഈമാനുള്ള ഒരു ഉപ്പയാണെങ്കിൽ എന്തൊരു ആശ്വാസമുണ്ട്. ആ കുട്ടി മരിച്ചു പോയാലും അവിടെ പോയിട്ട് ഞമ്മ പറയും, സമാധാനിക്കും, കരയണ്ട. ഉപ്പയോട് പറയും, സമയം നിങ്ങൾക്ക് ആഖിറത്തിൽ സ്വത്തായി. പറഞ്ഞാല് ആഖിറത്തിൽ ഒരു സ്വത്തായി. ഇപ്പൊ കുട്ടികൾ മരിച്ചാല്
വലിയ ആളുകൾ മരിച്ച അതേ ദ്വാരല്ലോ കുട്ടികൾക്ക് വൈദ്യസ്കാരത്തിൽ വേറെ ഒരു ദ്വാരം പ്രത്യേകമായ ഒരു ദ്വാരം എന്ന് പറയുന്ന ഒരു ദ്വാരം. പഠിച്ചവനെ ഈ കുട്ടിയെ ആഖിറത്തിലെത്തുമ്പോൾ ആ ബാപ്പാക്കും ഉമ്മാക്കും ഒരു വിരുന്ന് ഒരുക്കുന്ന സ്വീകരിക്കുന്ന സന്തോഷം നൽകുന്ന ഒരു കുട്ടിയാക്കൻ എന്നുള്ള ഒരു ദ്വാരം. അപ്പൊ ആ ഉമ്മയോടും ഈമാനുള്ള ഉമ്മയോടും ഈമാനുള്ള ഉപ്പയോടും ഞങ്ങൾ പോയിട്ട് പറയും, എന്താ ബേജാറാകണ്ട, നിങ്ങൾക്ക് ആഖിറത്തിലേക്ക് ഒരു സ്വത്തായി ആനസിറാത്തിലൂടെ നിങ്ങളെ കൈപിടിക്കാൻ ഒരാളായി എന്നൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷമാണ്. കുട്ടി മരിച്ചു പോയ ആ ബേജാറോട് കഴിയുന്ന ഉമ്മാന്റെ മനസ്സിൽ ഉപ്പാന്റെ മനസ്സിൽ വലിയ സന്തോഷമാണ്. എന്തുകൊണ്ടത് കിട്ടി? ഈമാനുള്ളത് കൊണ്ടാണ്. അത് ഈമാൻ നിങ്ങൾ കൽബിലുണ്ടോ എന്നാൽ നിങ്ങളുടെ എല്ലാ ടെൻഷനുകളും ബേജാറുകളും നിങ്ങളുടെ ഉള്ളിലുള്ള ഈമാൻ അത് നീക്കിക്കളയുന്നതാണ്. ഈമാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതാണ് ഇവിടെ അല്ല ഉദ്ദേശിച്ചത് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല ഉദ്ദേശിക്കാത്ത ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ഈ വാക്ക് ആരൊക്കെ വലിക്കും? ഈമാനുള്ളവന്റെ വലിക്കും. അവന് രോഗം പറ്റ്, അവന് കടം പറ്റ്, അവന് മുസീബത്ത് പറ്റ്, അവന് ബേജാറ് പറ്റ്, എന്ത് വന്നാലും അവന്റെ മനസ്സിലുണ്ടാവും അള്ളാന്റെ തീരുമാനം, അള്ളാന്റെ കഥാണ്, അള്ളാന്റെ കഥകളാണ്. അതുകൊണ്ട് എന്താക്കാം? ക്ഷമിക്കാം. അതുകൊണ്ട് അതാണ് ഈമാനുണ്ടായാൽ അത് വലിയ നേട്ടം ഉണ്ടാക്കും. നമ്മുടെ ഏത് ടെൻഷനുകൾക്കും ആദ്യത്തെ പരിഹാരം ഉള്ളിൽ ഈമാനുണ്ടായാൽ നമ്മുടെ എല്ലാ ബേജാറുകളും അന്ന് പരിഹരിച്ചു തരും. പടച്ചവക്കും ഈമാൻ കൊണ്ട് നമ്മുടെ കൽബും അല്ലാഹു തആല പ്രവർത്തനമാണ്. ഉള്ള ഈമാനിന്റെ പടച്ചവന് പ്രത്യേകമായ വെളിച്ചവും നൂറും പ്രത്യേകമായ സന്തോഷവും നീ നിലനിർത്തി തരണേ അല്ലാഹ്. നമുക്കറിയാം അല്ലാഹ്, ഈ ദുനിയാവിൽ ഞങ്ങൾ നിന്റെ അടിമകളാണ്. നമ്മുടെ ഓരോ സെക്കൻഡുകൾ നിയന്ത്രിക്കുന്നത് നീയാണ്. നമ്മുടെ ജീവിതത്തിൽ ഹൈറായതും ഷറായതും ഞങ്ങളെക്കാൾ കൂടുതൽ അറിയുന്നത് റബ്ബായ നീയാണല്ലോ. പടച്ചവനെ, ഞങ്ങൾ ആസ്വദിച്ച കാര്യത്തിൽ മാത്രം ഹൈറും ഷറും അറിഞ്ഞവരാണ്. ഇനി അടുത്തു വരുന്ന കാര്യങ്ങളിലുള്ള ഷറും ഹൈറും ഞങ്ങൾക്ക് അറിയില്ല. പടച്ചവനെ, ഏതായാലും നിന്റെ അടിയാറുകളാകുന്ന ഞങ്ങൾക്ക്, ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾ, ഞങ്ങളുമായി വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, നമുക്ക് ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, വെള്ളം തന്നവർ, നമ്മുടെ പള്ളി, നമ്മുടെ മദ്രസ, നമ്മുടെ നാട്ടിലുള്ള ദീനീ സംരംഭങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള പാവങ്ങൾ, ഇവരൊക്കെയും സഹായിച്ചവർ, സ്നേഹിച്ചവർ, എല്ലാവരുടെ ജീവിതത്തിലും ഹൈറ് നീ നടപ്പിലാക്കണേ അല്ലാഹ്. ഹൈറ് നടപ്പിലാക്കണേ അല്ലാഹ്. ശർറായ കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നീ എടുത്തു മാറ്റണേ റഹ്മാനെ. ആ തീരുമാനങ്ങൾക്ക് നീ മാറ്റം നൽകണേ അല്ലാഹ്. റബ്ബേ, എല്ലാ കാര്യങ്ങളും നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഇന്നത്തെ ദിവസം പടച്ചവനെ, നമ്മുടെ രാജ്യത്ത് ഒരുപാട് ലക്ഷക്കണക്കിലുള്ള വിദ്യാർത്ഥികൾ നീട്ട് എക്സാം എഴുതാനുള്ള ഒരുക്കത്തിലാണ്. പടച്ചവനെ, നമ്മുടെ നാട്ടിലും ഒരുപാട് മക്കളുണ്ട്, ആൺമക്കളും പെണ്ണുമക്കളും, ഒരുപാട് ഉപ്പമാരും ദ്വാരക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുമാണ്. എല്ലാ മക്കൾക്കും പടച്ചവന് ഉന്നതമായ റാങ്കോട് കൂടിയുള്ള വിജയം നീ നൽകണേ അല്ലാഹ്. റബ്ബേ, നല്ല രൂപത്തിൽ ഏത് രൂപത്തിലാണോ പടച്ചവനെ പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് മുഴുവൻ നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ നീ ഇട്ടുകൊടുക്കണേ അല്ലാഹ്. ഇട്ടുകൊടുക്കണേ റബ്ബേ. നല്ല ബോധമുള്ള ഓർമ്മശക്തിയുള്ള മക്കളായി നമ്മുടെ മക്കളെ നീ ആക്കി തരണേ അല്ലാഹ്. പടച്ചവനെ, എല്ലാ രൂപത്തിലും SSLC പരീക്ഷ എഴുതിയ ഒരുപാട് മക്കളുണ്ട്, +2 എഴുതിയവർ, അതുപോലെ ഒരുപാട് ക്ലാസ്സുകളിൽ പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്. ആരെയും നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. ആരെയും നീ വേദനയിലാക്കല്ലേ അല്ലാഹ്. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരും നമ്മുടെ വീട്ടുകാരും അയൽവക്കക്കാരും പലരുമുണ്ടല്ലോ. പടച്ചവനെ, ആഫിയത്തോടു കൂടിയുള്ള ദീർഘ ആയുസ് നൽകി അവരെയും നാട്ടുകാരായ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പെടുന്ന നീ ഉണ്ടാകുന്ന അപകടങ്ങൾ, അപകട മരണങ്ങൾ, എല്ലാവിധ മുസീബത്തുകളിൽ നിന്ന് അവർക്കും ഞങ്ങൾക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. കടലിലും കരയും അധ്വാനിക്കുന്ന ഏതൊക്കെ ആളുകളുണ്ടോ, അണിയാളുകളുണ്ടോ, അർഹമായ രൂപത്തിലുള്ള ബറകാത്തുകൾ റബ്ബേ ഓരോരുത്തർക്കും നീ നൽകണേ റബ്ബാനെ. ഇവിടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി കരുതിയ ഒരുപാട് ആളുകൾ അല്ലാഹ് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കാര്യങ്ങൾ മുഴുവനും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. ആഫിയത്ത് നിലനിർത്തണേ റബ്ബേ. ഈ സദസ്സിലും ഹജ്ജ് ചെയ്തവർ, ഉംറ ചെയ്തവർ, ഒരുപാട് സിയാറത്ത് ചെയ്തവർ ആളുകൾ ഈ സദസ്സിൽ നമ്മുടെ നാട്ടിൽ പലരുമുണ്ടല്ലോ. അവർ ചെയ്ത പുണ്യകർമ്മങ്ങൾ നീ സ്വീകരിക്കണേ റബ്ബാനെ. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും മഗ്ഫിറത്തും
മർഹമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു